നമസ്കാരം, സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ലോക തൊഴിലാളി ദിനം നാടെങ്ങും വിവിധ പരിപാടികളോടെ ആചരിച്ചു. കാഞ്ഞങ്ങാട് തൊഴിലാളി പ്രകടനം നടന്നു. കേരള പോലീസ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന് തുടക്കമായി. കുടുംബസംഗമം നടന്നു. KMCSU ജില്ലാ സമ്മേളനം പയ്യന്നൂരിൽ നടക്കും. കാഞ്ഞങ്ങാട്ട് ക്രിക്കറ്റ് ടൂർണമെന്റ് നടന്നു. ഫാസിസത്തിനെതിരെ അജാനൂർ മുസ്ലിം ലീഗ് മണ്ഡലം കമ്മിറ്റിയുടെ ഗ്രാമയാത്രയ്ക്ക് തുടക്കമായി. ലേറ്റസ്റ്റ് വിഷൻ വേനൽ മഴ സെക്കൻഡിന് ഒരുക്കങ്ങളായി. അതിഞ്ഞാൽ സോക്കർ ലീഗ് സംഘടിപ്പിച്ച ഫുട്ബോൾ ഫെസ്റ്റ് സമാപിച്ചു. അടോട്ട് കൂലോത്ത് വളപ്പ് മുത്തപ്പൻ മടപ്പുര തിരുവപ്പന വെള്ളാട്ട മഹോത്സവത്തിന് സമാപനം. വാർത്തകൾ വിശദമായി. ലോക തൊഴിലാളി ദിനം ജില്ലയിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെ ആചരിച്ചു. വിവിധ കേന്ദ്രങ്ങളിൽ പ്രകടനം നടന്നു. മെയ് ദിനത്തിന്റെ ഭാഗമായി ജില്ലയിൽ വിവിധ കേന്ദ്രങ്ങളിൽ തൊഴിലാളി പ്രകടനം നടന്നു. കാഞ്ഞങ്ങാട് നഗരത്തിൽ CITU, AITUC, STU സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രകടനം നടന്നു. കുന്നമ്മലിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ നൂറുകണക്കിന് തൊഴിലാളികൾ പങ്കെടുത്തു. CPM ഏരിയ സെക്രട്ടറി M. പൊക്ലൻ അധ്യക്ഷനായി. E. ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. അവരുടെ പ്രാഥമിക ആവശ്യമായ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, വിദ്യാഭ്യാസം, വൈദ്യസഹായം തുടങ്ങിയ ഏറ്റവും പ്രാഥമികമായ ആവശ്യങ്ങൾ തൊഴിലാളി വർഗത്തിന് നേടിക്കൊടുക്കുക എന്നതാണ് ഈ കാലമത്രയും ലോകത്തെമ്പാടുമുള്ള തൊഴിലാളി സംഘടനകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടത്തിന്റെ ആത്യന്തികമായ അർത്ഥം, അല്ലെങ്കിൽ അതിന്റെ വ്യക്തമായ അവരുടെ കാഴ്ചപ്പാട്. അതിന്റെ അടിസ്ഥാനത്തിൽ വളർന്നു വരുന്ന സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഇവിടെ ചൂണ്ടിക്കാണിച്ചു. കക്ഷി രാഷ്ട്രീയം മറന്നു എല്ലാ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളും തൊഴിലാളി വർഗം നേരിടുന്ന പ്രശ്നങ്ങളിൽ അവർക്കുള്ള അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന സമരങ്ങളെ കുറിച്ച് സൂചിപ്പിച്ചു. അത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും അത് നടക്കുന്നു. KV കൃഷ്ണൻ, VV രമേശൻ, DV അമ്പാടി, കരീം കുശാൽ നഗർ, PP സുന്ദരൻ, A. പവിത്രൻ മാസ്റ്റർ, സലാം തുടങ്ങിയവർ സംസാരിച്ചു. കേരള പോലീസ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം തുടങ്ങി. കുടുംബസംഗമം നടന്നു. കേരള പോലീസ് അസോസിയേഷൻ 29ാമത് ജില്ലാ സമ്മേളനത്തിന് പടന്നക്കാട് ബേക്കൽ ക്ലബിൽ തുടക്കമായി. സമ്മേളനത്തിന്റെ ഭാഗമായി കുടുംബസംഗമം നടന്നു. കുടുംബസംഗമം സിനിമാ സംവിധായകൻ ശ്രീജിത്ത് പലേരി ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഇന്ന് ജീവിക്കുന്നത് നാട്യങ്ങളുടെ ഒരു ലോകത്താണ്. നമ്മുടെ യഥാർത്ഥ മുഖം മറച്ചുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ അഭിനയിക്കുക എന്നൊരു അവസ്ഥയിലേക്ക് നമ്മൾ സ്വയം മാറ്റപ്പെട്ടിരിക്കുന്നു. നമുക്കറിയാം, നമ്മൾ നമ്മുടെ ഭാര്യയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒരു സ്നേഹം കിട്ടാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ഭാര്യ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് സ്നേഹം കിട്ടാൻ വേണ്ടിയാണ്. അതിനുവേണ്ടിയുള്ള ഒരു സ്വാർത്ഥതയിലേക്ക് നമ്മൾ സ്വയം ഒതുങ്ങുന്ന കാലഘട്ടത്തിൽ നമ്മൾ എത്തപ്പെട്ടത് തീർച്ചയായിട്ടും കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ മുൻതലമുറക്കാർ ജീവിച്ചു വന്ന ഒരു വലിയ കൂട്ടായ്മയിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് നമ്മൾ ഒറ്റപ്പെട്ട, നമ്മളിലേക്ക് ചുരുങ്ങുന്ന, നമ്മുടെ സ്വാർത്ഥതയിലേക്ക് മാറുന്ന ഈ കാലഘട്ടത്തിൽ എത്തിയതുകൊണ്ടാണ്. സിനിമാ താരം യദു കൃഷ്ണൻ മുഖ്യാതിഥിയായി. എനിക്ക് പറയാനുള്ളത് ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. ഇപ്പൊ ശ്രീജിത്ത് പറഞ്ഞ ആ ഒരു കാര്യത്തിൽ തന്നെ അതായത് ഇന്നത്തെ ലോകത്ത് നമുക്ക് നമ്മളോട് മാത്രമേ സ്നേഹമുള്ളൂ. അതൊരു സത്യമാണ്. വളരെ സ്വാർത്ഥനാണ്. അതിന്റെ ഒരു പരിധി വരെ അതിന്റെ കാരണമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്
നമ്മൾ ഈ ന്യൂക്ലിയർ ഫാമിലിയിലേക്ക്, നമ്മൾ ചെറിയ ചെറിയ കുടുംബങ്ങളിലേക്ക് മാറുന്നത് കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ എൻ്റെ ജീവിതത്തിലെ അനുഭവം പറയുകയാണെങ്കിൽ ഞങ്ങള് ഇപ്പോഴും ഒരു കൂട്ടുകുടുംബമാണ്. ഞാനും എനിക്കൊരു സഹോദരനുണ്ട്. ഞങ്ങൾ രണ്ടു വിവാഹം കഴിച്ചു. ഞങ്ങളുടെ കുട്ടികൾ, ഞങ്ങളുടെ അച്ഛനമ്മമാർ എല്ലാവരും ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് ഇപ്പോഴും ജീവിക്കുന്നത്. കൗൺസിലർ അനിൽ വാഴുന്നോറടി, സംഗീതജ്ഞൻ ടി പി ശ്രീനിവാസൻ, എം ബാലൻ, ഡിവൈഎസ്പിമാരായ ടി പി രഞ്ജിത്ത്, വി മധുസൂദനൻ, ഡോക്ടർ എം ബാലൻ, കെ വി രാജീവൻ, സുരേഷ് മുരിക്കോളി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ടി പി ഭാസ്കര പൊതുവാൾ പ്രഭാഷണം നടത്തി. സ്വാഗത സംഘം ചെയർമാൻ കെ ശശിധരൻ സ്വാഗതവും കെ വി ലതീഷ് നന്ദിയും പറഞ്ഞു. തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു. അജാനൂർ മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി ഗ്രാമയാത്ര സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് പ്രവർത്തക സമിതി അംഗം മുഹമ്മദ് ഹാജി പതാക കൈമാറി. ആർഭാടം വെടിയുക, തീവ്രവാദം തടയുക, ഫാസിസത്തിനെതിരെ പ്രതിരോധം തീർക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് ഗ്രാമയാത്ര സംഘടിപ്പിക്കുന്നത്. മുക്കൂട് വെച്ച് ജാഥയുടെ ഉദ്ഘാടനം നടന്നു. ജാഥ ക്യാപ്റ്റൻ 14 അബ്ദുൾ റഹ്മാന്, മുസ്ലിം ലീഗ് പ്രവർത്തക സമിതി അംഗം മെട്രോ മുഹമ്മദ് ഹാജി പതാക കൈമാറി. ചടങ്ങിൽ എ ഹമീദ് ഹാജി, ബഷീർ വെള്ളിക്കോത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ജാഥയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. നിശ്ചയദാർഢ്യത്തിൽ നിന്നും ഉത്തേജനം ഉൾക്കൊണ്ടോ കർമ്മവീഥിയിൽ ജ്വലിക്കുന്ന സൂര്യനായി നിലകൊള്ളുന്ന കരുത്തുറ്റ രാഷ്ട്രീയ പ്രസ്ഥാനമായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അജാനൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പദയാത്രയിലാണ് ഈ വഴിധാരയെ ധന്യമാക്കിക്കൊണ്ട് കടന്നു വരികയാണ്. അനുഗ്രഹിച്ചാലും ആശീർവദിച്ചാലും. ബാലസംഘം വേനൽത്തുമ്പി കലാജാഥ ആവേശകരമായ സ്വീകരണം ഏറ്റുവാങ്ങി പര്യടനം തുടരുന്നു. വൈവിധ്യമാർന്ന കലാപരിപാടികളാണ് കലാജാഥ ഓരോ കേന്ദ്രത്തിലും കാഴ്ചവെക്കുന്നത്. നാടകം, ചൊൽക്കാഴ്ച, സംഗീതശില്പം, അവതരണശില്പം, സമർപ്പണശില്പം എന്നിവയാണ് കലാജാഥയിലെ ശ്രദ്ധേയമായ ഇനങ്ങൾ. മലാലയെക്കുറിച്ചുള്ള സാത്തുതാഴ്വരയിലെ ഗുൽമകായി, തടവിലാക്കപ്പെട്ട റോസാപ്പൂവ്, ഒലക്ക, കോട്ടുവായ എന്നീ നാടകങ്ങളും യമനിൽ മരിച്ചുവീണ കുട്ടികൾക്കായി സമർപ്പണശില്പവും ഓരോ കേന്ദ്രത്തിലും അവതരിപ്പിച്ചാണ് തുമ്പികൾ യാത്ര തുടരുന്നത്. നീരാടാനൊരു പുഴ വീണം, AR അദ്രിജ ലീഡറും ഭരതൻ പിലിക്കോട് മാനേജറുമായ തേജസ്വിനി കലാജാഥയാണ് ജില്ലയുടെ തെക്കൻ മേഖലയിൽ പര്യടനം നടത്തുന്നത്. ജാഥയ്ക്ക് ബാലസംഘം ചെറുവത്തൂർ ഈസ്റ്റ് വില്ലേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രാമഞ്ചിറയിൽ സ്വീകരണം നൽകി. മുത്തുകുടകളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ ജാഥയെ വരവേറ്റു. നഗരസഭാ ജീവനക്കാരുടെ സംഘടനയായ KMCSU ജില്ലാ സമ്മേളനം പയ്യന്നൂരിൽ നടക്കും. കാഞ്ഞങ്ങാട്ട് ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. നഗരസഭാ ജീവനക്കാരുടെ സംഘടനയായ KMCSUവിന്റെ ജില്ലാ സമ്മേളനം പയ്യന്നൂരിൽ 5-6 തീയതികളിൽ നടക്കും. കാഞ്ഞങ്ങാട് ക്രിക്കറ്റ് ടൂർണമെന്റ് നടന്നു. കണ്ണൂർ, തളിപ്പറമ്പ്, പയ്യന്നൂർ, കാഞ്ഞങ്ങാട്, കാസർഗോഡ് നഗരസഭകളിലെ ടീമുകൾ പങ്കെടുത്തു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് രവീന്ദ്രൻ പുതുക്കൈ ഉദ്ഘാടനം ചെയ്തു. K നാരായണൻ അധ്യക്ഷനായി. K വേണുഗോപാലൻ, TO സൂരജ്, അൻവർ സാദിഖ് എന്നിവർ സംസാരിച്ചു. നിഖിൽ സ്വാഗതം പറഞ്ഞു. അതിഞ്ഞാൽ സോക്കർ ലീഗ് സംഘടിപ്പിച്ച ഫുട്ബോൾ ടൂർണമെന്റിന് സമാപനം. അതിഞ്ഞാൽ ലോക്കൽ ലീഗിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ഫുട്ബോൾ ടൂർണമെന്റിന് ആവേശകരമായ സമാപനം. അതിഞ്ഞാൽ ജമാഅത്ത് പ്രസിഡന്റ് തെരുവത്ത് മൂസ ഹാജി, P മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ, PP അബ്ദുൾ റഹ്മാൻ, മട്ടൻ മൊയ്തീൻ കുഞ്ഞി, കൊവ്വൽ ഹമീദ്, CH സുലൈമാൻ എന്നിവർ കളിക്കാരെ പരിചയപ്പെട്ടു. സമാപന ചടങ്ങിൽ ഖാലിദ് പാലക്കി, PM ഫാറൂഖ്, തെരുവത്ത് മൂസ ഹാജി, TP കുഞ്ഞബ്ദുള്ള, മൗവൽ അബ്ദുള്ള, മൗവൽ ഹമീദ് എന്നിവർ ട്രോഫികൾ വിതരണം ചെയ്തു. ചടങ്ങ് P മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പുതിയ ഒരു കായിക സംസ്കാരങ്ങളിൽ ഫുട്ബോൾ മേളകളിൽ കളിപ്പിക്കാനുള്ള വലിയ തയ്യാറെടുപ്പുമായി നമ്മുടെ കുട്ടികൾ വലിയ മനസ്സങ്ങളുമായി ഇവിടെ കാഴ്ചവെച്ചിരിക്കുന്നത്. വരാനിരിക്കുന്ന കാലഘട്ടങ്ങളിൽ
മികച്ച ടൂർണമെന്റുകളിലും അതുപോലെ ചാമ്പ്യൻഷിപ്പുകളിലും പങ്കെടുത്തുകൊണ്ട് ഈ നാടിന്റെ വിശുദ്ധ തീർക്കാൻ എല്ലാ കാര്യങ്ങൾക്കും കഴിയട്ടെ ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങ് ചോട്ട അഷറഫ് അധ്യക്ഷനായി. PM ഷുക്കൂർ സംസാരിച്ചു. ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. ലേറ്റസ്റ്റ് വിഷൻ മഴ സെക്കൻഡിന് ഒരുക്കങ്ങളായി. പടന്നക്കാട് ബേക്കൽ ക്ലബ്ബിലാണ് പരിപാടി നടക്കുന്നത്. ലേറ്റസ്റ്റ് വിഷൻ വേനൽ മഴ 2 മെയ് 3 പടന്നക്കാട് ബേക്കൽ ക്ലബ്ബിൽ നടക്കും. സിനിമാ താരങ്ങളും ചാനൽ താരങ്ങളും ഗായകരും ഒരുമിച്ച് ഒരേ വേദിയിലെത്തുന്ന പരിപാടിയുടെ അവസാനഘട്ട ഒരുക്കങ്ങൾ പൂർത്തിയായി. സിനിമാ താരവും നർത്തകിയുമായ രമ്യ നമ്പീശൻ, ചാനൽ അവതാരിക ശില്പ ബാല, ഗായകൻ വിപിൻ സേവ്യർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കും. ഞായറാഴ്ച വൈകിട്ട് 5 കലാവിരുന്നിന് തുടക്കമാവും. സംഘാടക സമിതി അവലോകന യോഗം ചേർന്നു. സംഘാടക സമിതി യോഗത്തിൽ ലേറ്റസ്റ്റ് പത്രാധിപർ അരവിന്ദൻ മാണിക്കോത്ത്, N സുരേഷൻ, സുബൈദ, സുധാകരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. കൊവ്വൽപ്പള്ളി മകാമുറൂസിന് തുടക്കമായി. പതാക ഉയർത്തൽ ചടങ്ങ് നടന്നു. ചരിത്രപ്രസിദ്ധമായ കൊവ്വൽപ്പള്ളി മകാമുറൂസിന് തുടക്കമായി. ഉറൂസ് കമ്മിറ്റി ചെയർമാൻ C അബ്ദുള്ള ഹാജി പതാക ഉയർത്തി. K ഇബ്രാഹിം മുസ്ലിയാർ സിയാറത്തിന് നേതൃത്വമേകി. ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് C മുസ്തഫ അധ്യക്ഷനായി. കൊവ്വൽപ്പള്ളി അബൂബക്കർ സിദ്ദിഖി ദാരിമി ഉറൂസ് ഉദ്ഘാടനം ചെയ്തു. T അബ്ദുൾ റഹ്മാൻ, ഗാസി ഹാജി, TK ഇബ്രാഹിം, CH ഇബ്രാഹിം ഹാജി, മുഹമ്മദ് അസ്ലാം, ഹൈദർ ഹാജി, KP ബഷീർ എന്നിവർ സംസാരിച്ചു. അടോട്ട് കൂലോത്ത് വളപ്പ് മുത്തപ്പൻ മടപ്പുര ഗുളികൻ ദേവസ്ഥാനത്ത് പ്രതിഷ്ഠാദിന തിരുവപ്പന വെള്ളാട്ട ഉത്സവത്തിന് സമാപനം. അടോട്ട് കൂലോത്ത് വളപ്പ് മുത്തപ്പൻ മടപ്പുര ഗുളികൻ സ്ഥാനത്ത് പ്രതിഷ്ഠാദിന തിരുവപ്പന വെള്ളാട്ട ഉത്സവത്തിന് ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ സമാപനമായി. തിരുവപ്പന വെള്ളാട്ടവും ഗുളികൻ തെയ്യവും അരങ്ങിലെത്തി. അന്നദാനവും നടന്നു. മലയോര മേഖലയിൽ ഓട്ടുറുമ ശല്യം രൂക്ഷമായി. ഭക്ഷണം കഴിക്കാനോ ഉറങ്ങാനോ കഴിയാതെ ജനം ദുരിതത്തിലായി. ഓടിട്ട വീടുകളിലും കടകളിലുമാണ് ഇവയുടെ ശല്യം അസഹനീയമായിരിക്കുന്നത്. രാത്രികാലങ്ങളിൽ പ്രാണികൾ കൂട്ടത്തോടെ എത്തുന്നതിനാൽ ഭക്ഷണം കഴിക്കാനോ സ്വസ്ഥമായി ഉറങ്ങാനോ കഴിയാത്ത അവസ്ഥയാണ്. വിളക്കുകൾ പോലും തെളിയിക്കാൻ കഴിയുന്നില്ല. ബൾബുകളും മറ്റും പ്രകാശിക്കുമ്പോൾ പ്രാണികൾ കൂട്ടത്തോടെ പറന്നെത്തുകയാണ്. ചെവിക്കുള്ളിൽ കടന്നുകൂടുന്നു എന്നതിനാൽ കുട്ടികളുള്ള വീട്ടുകാർ ഭയപ്പാടിലാണ്. മരങ്ങളും കുറ്റിക്കാടുകളും നിറഞ്ഞ പ്രദേശങ്ങളിലാണ് ഇവയെ കൂടുതലായി കാണുന്നത്. റബ്ബർ തോട്ടങ്ങൾക്കരികിലുള്ള വീട്ടുകാരും ദുരിതത്തിലാണ്. ഓട്ടുറുമകൾ പുറത്തുവിടുന്ന ദ്രാവകത്തിന് അസഹനീയമായ ദുർഗന്ധവും തൊലിയിൽ പുരണ്ടാൽ പൊള്ളലും ഉണ്ടാകുന്നുണ്ട്. കയ്യൂർ ചീമേനി പഞ്ചായത്തിലെ തരിമ്പ, ഉദയഗിരി, പാലോത്ത്, ആലന്തട്ട എന്നിവിടങ്ങളിൽ നിരവധി വീട്ടുകാർ ദുരിതത്തിലാണ്. കഴിഞ്ഞ 2 ആഴ്ചക്കിടയിലാണ് ഇവയുടെ ശല്യം രൂക്ഷമായത്. ദിവസങ്ങൾ പിന്നിടുന്തോറും പ്രാണിശല്യം കൂടുതൽ വീടുകളിലേക്ക് വ്യാപിക്കുകയാണ്. മണ്ണെണ്ണ ഉപയോഗിച്ചും തീയിട്ടും ഇവയെ നശിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ടെങ്കിലും അതൊന്നും ഫലം കാണുന്നില്ല. വിഷ്ണുമൂർത്തി തെയ്യക്കോലത്തിന്റെ ആഗമന കഥ ചൊല്ലി പാലന്തായി കണ്ണൻ നിറഞ്ഞാടി. നീലേശ്വരം കോട്ടപ്പുറം വൈകുണ്ഠ ക്ഷേത്രത്തിൽ മാത്രം കെട്ടിയാടാറുള്ള ഈ തെയ്യക്കോലം ദർശിക്കാനും അനുഗ്രഹം ഏറ്റുവാങ്ങാനും നിരവധി ഭക്തർ ക്ഷേത്രത്തിലെത്തി. വീരൻ തെയ്യങ്ങളെ അനുസ്മരിപ്പിക്കും വിധം പൂക്കട്ടിമുടിയും താടിമീശയും അണിഞ്ഞാണ് പുറപ്പാട്. മെയ്യെഴുത്തുമുണ്ട്. കാണിയും മുണ്ടുമാണ് വേഷം. പാലന്തായി കണ്ണൻ തെയ്യം കാണാൻ തെയ്യാട്ട ചരിത്രത്തിൽ താല്പര്യമുള്ളവരും ഗവേഷകരുമായി നിരവധി പേർ കോട്ടപ്പുറത്ത് എത്താറുണ്ട്. പപ്പായ ബ്യൂട്ടി പാർലർ ആൻഡ് ഹെയർ സ്പാ പ്രവർത്തനം തുടങ്ങി. പപ്പായ ബ്യൂട്ടി പാർലർ ആൻഡ് ഹെയർ സ്പാ പ്രവർത്തനം ആരംഭിച്ചു. കാഞ്ഞങ്ങാട് ബ്രദേഴ്സ് ഫുഡ്വെയറിന് സമീപം ദേവൻ ലിങ്ക് റോഡിലാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത്. നഗരസഭാ ചെയർപേഴ്സൺ K ദിവ്യ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലോക തൊഴിലാളി ദിനം നാടെങ്ങും വിവിധ പരിപാടികളോടെ ആചരിച്ചു. കാഞ്ഞങ്ങാട് തൊഴിലാളി പ്രകടനം നടന്നു. കേരള പോലീസ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന് തുടക്കമായി. കുടുംബസംഗമം നടന്നു.
PSU ജില്ലാ സമ്മേളനം പയ്യന്നൂരിൽ നടക്കും. കാഞ്ഞങ്ങാട്ട് ക്രിക്കറ്റ് ടൂർണമെന്റ് നടന്നു. ഫാസിസത്തിനെതിരെ അജാനൂർ മുസ്ലിം ലീഗ് മണ്ഡലം കമ്മിറ്റിയുടെ ഗ്രാമയാത്രയ്ക്ക് തുടക്കമായി. ലേറ്റസ്റ്റ് വിഷൻ വേനൽ മഴ സെക്കൻഡിന് ഒരുക്കങ്ങളായി. അതിഞ്ഞാൽ സോക്കർ ലീഗ് സംഘടിപ്പിച്ച ഫുട്ബോൾ ഫെസ്റ്റ് സമാപിച്ചു. അടോട്ട് കൂലോത്ത് വളപ്പ് മുത്തപ്പൻ മടപ്പുര തിരുവപ്പന വെള്ളാട്ട മഹോത്സവത്തിന് സമാപനം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.